പെറ്റിക്കോട്ടിൻ്റെ ബോഡി പീസാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് 2 പീസാണ്. ഈ 2 പീസ് നമ്മൾ ഷോൾഡർ ഭാഗം തമ്മിൽ ജോയിൻ്റ് ചെയ്യണം. ഇങ്ങനെ എടുക്കുക. അടുത്ത വശവും അതുപോലെ തന്നെ ജോയിൻ്റ് ചെയ്യുക. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കഴുത്ത് നമ്മളൊരു ചെറിയ വീതിക്ക് മടക്കി തയ്ച്ചു കൊടുക്കുക. അത് മടക്കി തയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കുക. അതിന് ശേഷം ഒന്നുകൂടെ ഒരു വട്ടം കൂടി ഇത് മടക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് വീതി വെച്ച് വേണം നമ്മളിതെടുത്ത് മടക്കി തയ്ക്കാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു കൈകൊണ്ട് നമ്മൾ ഹെമ്മിങ് ചെയ്യണമെന്ന്. കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ ഒരു 1/4 ഇഞ്ച് എടുത്ത് ഈ കൈക്കുഴിയും നമ്മൾ അടിക്കുക. ഇതുപോലെ തന്നെ ഇതടിച്ച പോലെ തന്നെ ഈ വശവും അടിക്കുക. ഇതുപോലെ തയ്ച്ചതിന് ശേഷം നമ്മൾ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 2 വശവും നമ്മൾ ഇതുപോലെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തമ്മിൽ ഈ 2 വശം തമ്മിൽ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ടിൻ്റെ പീസ് ജോയിൻ്റ് ചെയ്ത് ഇതിൽ ആഡ് ചെയ്യാം. ഇത് നമ്മൾ മുകളിലത്തെ പീസ് തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പീസ് നമ്മൾ ഇതിൻ്റെ ഫുള്ള് വണ്ണം നമുക്ക് 22 നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ 44 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ്. നമ്മൾ ആദ്യത്തെ പീസിന് 22 എടുത്തു, രണ്ടാമത്തെ പീസിന് 22 എടുത്തു. അപ്പം 44 ഇഞ്ച് വീതിയുള്ള പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് തമ്മിൽ നമ്മൾ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. എടുത്തു. ഇനി നമ്മൾ ഈ പീസിനെ 4ആയിട്ട് ഒന്ന് മടക്കി മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ഈ അളവെന്ന് പറയുന്നത് നമുക്ക് 5.5 ഈ അളവ് നമുക്ക് 5.5 ഈ വണ്ണം, 5.5 ഇഞ്ച് വണ്ണം. മൊത്തം ഇത്
11 ഇഞ്ച് വണ്ണം. അപ്പം 5.5 ഇഞ്ച് വണ്ണം നമുക്ക് ഇതും 4ആയിട്ട് ഭാഗിക്കുക, 4ആയിട്ട് മടക്കി മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ അരയിഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി അടിക്കാനായിട്ട് അരയിഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഇത് 4ആയിട്ട് മടക്കി മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പീസിൻ്റെ അളവ് നമ്മൾ എടുക്കുക, 11. ഈ 11 നമ്മുടെ ഈ ഒരളവാണ്. ഇതിൻ്റെ ഒരു വശത്തെ അളവാണ് 11. ഈ 11 എന്നുള്ളത് ചുരുക്കിട്ട് നമ്മൾ 5.5 ആക്കണം. ഈ 11 എന്നുള്ളത് ചുരുക്കിട്ട് നമ്മൾ 5.5 ആക്കണം. അപ്പോൾ ഈ 11 ചുരുക്കിട്ട് കഴിയുമ്പോൾ 5.5 ആകുമ്പോൾ ഈ ഒരു വശത്തേക്ക് നമുക്ക് 5.5 ഇഞ്ച് വരെ നോക്കൂ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഈ മാർക്ക് ചെയ്ത ഈ 11 എന്ന് പറയുന്നത് ഈ 5.5 ആക്കി ചുരുക്കിയെടുക്കണം. ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഒരു ചെറിയ ചുരുക്കിട്ട് കൊടുക്കുക, വീണ്ടും ഒരു ചെറിയ ചുരുക്കിട്ട് കൊടുക്കുക. ഇങ്ങനെ ചുരുക്ക് 4 ചുരുക്കിട്ടതിന് ശേഷം നമ്മൾ നോക്കുക എത്രയുണ്ടെന്ന് നോക്കുക. ഇപ്പോൾ എത്രയായി? 2.5 ആയി. ഇനി നമ്മൾ ഒരു 3 ചുരുക്കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നോക്കുക എത്രയായെന്ന് നോക്കുക. ഇപ്പോൾ 5 ആയി. ഇനി ഒരു ചുരുക്കും കിടുമ്പോൾ എത്രയായി? 5.5 ആയി. കണ്ടോ? ഇപ്പോൾ നമ്മൾ 5.5 ആയി. ഇനി വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ചുരുക്കിട്ട് കൊടുക്കുക. ഇപ്പോൾ എത്ര ചുരുക്കിട്ടെന്ന് നോക്കുക. 1 2 3 4 5 6 7 8. അതേപോലെ ഒരു 8 ചുരുക്ക് ഇവിടെ ഇട്ട് കൊടുക്കുക. 1 2 3 4 8 ചുരുക്ക്. ഇപ്പോൾ എത്രയായെന്ന് നോക്കുക. പതിനൊന്ന് കണ്ട. ഇതേപോലെ തന്നെ തിരിച്ചും നമ്മൾ 16 ചുരുക്കിട്ട് കൊടുക്കുക. 1 2 3 4 5 6 7 8. ഇപ്പം നമ്മൾ ചുരുക്കിട്ട് ഇനി നമ്മൾ ഈ പീസ് വെക്കുക. നോക്കുക, നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്യുക. അത് അടിച്ചു കൊടുക്കുക. ഇനി ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇത് കൂട്ടി യോജിപ്പിക്കേണ്ടത് ഈ 2 തയ്യൽ തുമ്പ് ഒരേപോലെ വരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഈ 2 തുമ്പും ഈ നല്ല വശവും ഒന്നിച്ച് പിടിക്കുക. അതായത് ഈ മാർക്കിങ്ങും കൂടെ ഒന്നിച്ച് പിടിക്കുക. ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ഇത് പുറകോട്ട് മറിക്കുക. കണ്ടോ? ഇങ്ങനെ എടുക്കുക. അതിനുശേഷം ഈ മാർക്കിങ് ഒരുപോലെ പിടിക്കുക. അപ്പോൾ നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ ബോഡി പീസ് പിടിപ്പിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വശം മടക്കി അടിക്കണം. നമ്മളത് 1 ഇഞ്ചല്ലേ മടക്കി അടിക്കാൻ ഇട്ടേക്കുന്നത്. ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ 1 ഇഞ്ച് മടക്കി അടിക്കുക.
നമ്മുടെ പെറ്റിക്കോട്ട് റെഡി ആയിട്ടുണ്ട്. അയൺ ചെയ്ത് വെക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് ഈ പീസിൻ്റെ ഈ അളവ് 11 11ൻ്റെ ഇരട്ടി 22, 22ൻ്റെ ഇരട്ടി 44 ഇഞ്ച് വീതിയാണ് ഈ തുണിക്ക് വേണ്ടത്. അതായത് ബോഡി പീസിൻ്റെ വണ്ണം, ഫുൾ വണ്ണം എത്രയാണോ ആ വണ്ണത്തിൻ്റെ ഇരട്ടിയാണ് ഇത് വേണ്ടത്, ഈ സ്കേർട്ടിന് വേണ്ടത്. കാരണം അത് നമുക്ക് എങ്കിലേ ചുരുക്കിട്ട് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇരട്ടി എടുക്കുന്നത്, ഈ വണ്ണത്തിൻ്റെ ഇരട്ടി എടുക്കുന്നത് എന്തിനാണ്? ചുരുക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇരട്ടി എടുക്കുന്നത്. ഓക്കെ.